ക്രിസ് മെക്കന്ന ആൻഡ് എറിക് സോമേഴ്സ് കഥ എഴുതി ഡസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൺ ഡയറക്റ്റ് ചെയ്ത സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി. ഇതിൽ സ്പൈഡർമാൻ പവർഫുള്ളാണോ എന്ന് ചോദിച്ചാൽ പുള്ളി ഇതിൽ നല്ല പവർഫുള്ള് തന്നെയാണ്. പക്ഷേ പുള്ളി കുറേ സംഭവങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വലിയ സംഭവം ഈ സിനിമയിലുള്ളതായിട്ടൊരു ഫീല് ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ സിനിമയിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ആനിമേഷൻ ആകട്ടെ ആക്ഷൻ സീനുകളാകട്ടെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പുരോഗമിക്കുന്നത്. അങ്ങനെ ഇടവേള കഴിഞ്ഞിട്ട് ഹൾക്കുമായിട്ട് ഒരു സംഭവമുണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു, ഒരു അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ക്ലൈമാക്സിനോടടുത്ത് ചുവന്ന വേഷം ധരിച്ച ഒരു ടീമുണ്ട്, അവരുമായിട്ടും ഒരു ആക്ഷൻ സീനുണ്ട്. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഈ സിനിമയിൽ കാര്യമായിട്ട് ഒരു സുഖമുള്ളതായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ എന്നാലും ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ആക്ഷൻ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് ഫീല് തരാത്തതിൻ്റെ കാരണം അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ 3D എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ 3D എഫക്റ്റ് ഒന്നും അത്ര പോരാ. ഇതിലാകെ സ്പൈഡർമാൻ ഇവിടെ പുറകിലൊരു സംഭവം ഫിറ്റാക്കുന്നുണ്ട്, അത് തെറിക്കുമ്പോൾ അതിനെ ആ വല വീശി പിടിക്കുന്ന ആ ഒരു സീന് അത് കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊക്കെ 3D ഒരു 8/10 പോകുന്നുള്ളൂ. ഒരു 3D തന്നെ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചില സീനുകൾ മാത്രമേ നമുക്ക് അങ്ങോട്ട് അടുത്തുള്ളതായൊരു ഫീല് തരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒരു അങ്ങനെ പോവാണ്. പിന്നെ സ്പൈഡർമാൻ ഈ സിനിമയിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണവും ഈ സിനിമയുടെ കഥ തന്നെയാണ്. അപ്പോൾ അത് ഒരു നല്ല സംഭവമായിട്ട് തോന്നി. അത്രയേ ഉള്ളൂ ഈ സിനിമയിലെ ആ ഒരു ആക്ഷൻ സീനുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഒരു വലിയ സംഭവം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇതിൽ വലിയൊരു വില്ലൻ ഇല്ല. അതുതന്നെയാണ് ഈ സിനിമയുടെ കുഴപ്പം. കാരണം ഇതിൻ്റെ കഥ എഴുതി വച്ചിരിക്കുന്നത് സിനിമ മുഴുവൻ ഒരു കൺട്രോളിങ്ങിൽ പോകുന്ന രീതിയിലാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകുന്ന രീതിയിലായതുകൊണ്ട്. മാത്രമല്ല ഇതിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ളതും ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അത് അത്ര ഒരു പവറുള്ള ഒരു ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ പക്ഷേ കുറേ സംഭവങ്ങൾ ആ ആളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് വലിയൊരു ഫീല് തരുന്നില്ല. എന്തായാലും വലിയൊരു വില്ലനെ കൊണ്ടുവന്നിട്ട് അത് സ്പൈഡർമാനുമായിട്ട് അതേപോലെ ജനങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഫീല് തന്നേനെ. അപ്പോൾ സിനിമ ഒരു 8/10 തന്നെയാണ് പോകുന്നത്. അതിൻ്റെ കാരണം ഈ കൺട്രോളിങ് രീതിയിലുള്ള കഥ തന്നെയാണ്. എന്നിരുന്നാലും ഇതിലെ സ്പൈഡർമാന് കുഴപ്പമൊന്നുമില്ല, പുള്ളി പവർഫുള്ള് തന്നെയാണ്, പുള്ളി എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതൊക്കെ നന്നായിരുന്നു എന്നല്ലാതെ സിനിമ ഒരു ആവറേജ് മൂവി മാത്രമാണ്.